വെൽക്കം ടു ഡീൽസ് കേരള. ഇസ്രായേൽ US ഇറാൻ ടെൻഷൻസ് അപ്ഡേറ്റ്സ്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ആക്രമണം കടുപ്പിച്ച ഇറാൻ 24 മണിക്കൂറിനിടെ 150ലേറെ പേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം തുടങ്ങിയ ശേഷം ആകെ പരിക്കേറ്റവരുടെ എണ്ണം 4000 കവിഞ്ഞെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം മരണം ഉൾപ്പെടെയുള്ള കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ ആയുധങ്ങൾ തീരുകയാണെന്നും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുന്നില്ലെന്നുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ IRGC തള്ളി. യുദ്ധത്തിനിടയിലും ഇറാൻ മിസൈലുകൾ നിർമ്മിക്കുകയാണെന്ന് IRGC പറഞ്ഞു. മിസൈൽ ശേഖരം തീർന്നെന്ന് ആരും കരുതരുത്. യുദ്ധത്തിന്റെ നിഴൽ ഇറാനിന്റെ മേൽ നിന്നും മാറും വരെ ഏറ്റുമുട്ടൽ തുടരുമെന്നും IRGC പറഞ്ഞു. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനത്തിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയത് IRGC സ്ഥിരീകരിച്ചു. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് വിമാനത്തെ ലക്ഷ്യം വെച്ചതെന്ന് IRGC പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നു. F-35 യുദ്ധവിമാനം പശ്ചിമേഷ്യയിലെ സൈനിക താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായി US അറിയിച്ചിരുന്നു. അതിനിടെ ഇറാനിലേക്ക് USന്റെ 4000-ഓളം മറൈനുകൾ എത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ സൈനിക സംഘം വരുന്ന ആഴ്ചയോടെ ഹോർമുസിലേക്കെത്തും. ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇറാന്റെ തിരിച്ചടി പ്രതിരോധിക്കലുമാണ് ലക്ഷ്യം. ഹോർമുസിലേക്ക് സൈന്യത്തെ അയക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം നാറ്റോ സഖ്യകക്ഷികൾ തള്ളിയിരുന്നു. പശ്ചിമേഷ്യയെ യുദ്ധത്തിൽ തങ്ങളുടെ നിഷ്പക്ഷ നിലപാട് മുറുകി പിടിക്കുന്നതിന്റെ ഭാഗമായി USലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തി സ്വിറ്റ്സർലാൻഡ്. ഇറാനുമായി സായുധ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതി സംഘർഷ കാലയളവിൽ അനുവദിക്കില്ല എന്ന് സ്വിസ് സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. USലേക്കുള്ള കയറ്റുമതി അനുവദിക്കില്ല എന്ന് പ്രസ്താവനയിൽ പ്രത്യേകം പറയുന്നു. നേരത്തെ US യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് വിലക്കി. തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിഷ്പക്ഷ നിലപാട് മുൻനിർത്തിയാണ് തീരുമാനമെന്നാണ് സ്വിസ് ഭരണകൂടം വ്യക്തമാക്കിയത്. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിലെ ഇസ്രായേൽ ആയുധ കമ്പനിയുടെ ഫാക്ടറി തീവെച്ച് നശിപ്പിച്ചു. ഇസ്രായേൽ ആയുധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസിന്റെ ഫാക്ടറിക്കാണ് തീവെച്ചത്. ഇതിന്റെ ഉത്തരവാദിത്തം എർത്ത്ക്വേക്ക് ഫാക്ഷൻ എന്ന സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ഭീകരപ്രവർത്തനമാണോ എന്ന് പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഫാക്ടറി കത്തി നശിച്ചെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിന്റെ തീ കൂടുതൽ വ്യാപിക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവർക്കിടയിൽ ഉയർന്നുവരുന്ന ഈ സംഘർഷം ഇപ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ വിതരണ ശൃംഖലയെയും കുലുക്കുന്ന നിലയിലേക്കെത്തിക്കഴിഞ്ഞു. പുതിയ സംഭവവികാസങ്ങൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് നാറ്റോ സഖ്യകക്ഷികളെ തുറന്നടിച്ച രംഗത്തെത്തിയതോടെയാണ് ഈ സംഘർഷം പുതിയ രാഷ്ട്രീയ സൈനിക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടപ്പാതകളിലൊന്നാണിത്. ആഗോള എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും എത്തിക്കുന്ന പ്രധാന വഴിയാണ് ഈ ഇടുങ്ങിയ കടലിടുക്ക്. ഇപ്പോൾ ഈ കടലിടുക്ക് വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഏതാണ്ട് 3 ആഴ്ച മുമ്പ് ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിനു പിന്നാലെ ഈ പ്രദേശം യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നതായതിനാൽ ഇവിടെ ഉണ്ടാകുന്ന തടസ്സം ആഗോള സാമ്പത്തിക തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇതിനിടെ നാറ്റോ രാജ്യങ്ങൾ ഈ കടലിടുക്ക് കുറക്കാൻ സൈനികമായി ഇടപെടുന്നതിൽ മടിച്ചു നിൽക്കുന്നതിനെതിരെ ട്രംപ് കടുത്ത വിമർശനമുയർത്തിയിട്ടുണ്ട്. ഭീരുത്വം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ വിമർശനത്തിനു പിന്നാലെ US സൈന്യം മിഡിൽ ഈസ്റ്റിലേക്ക് ആയിരക്കണക്കിന് മറൈനുകളെ കൂടുതൽ വിന്യസിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ഏകദേശം 2500 മറൈനുകൾ കൂടാതെ USS ബോക്സർ എന്ന ആംഫിബിയസ് ആക്രമണ കപ്പലും അനുബന്ധ യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് നീങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ യുദ്ധം തുടങ്ങിയതിനുശേഷം എണ്ണവിലയിൽ വലിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ സംഘർഷം എണ്ണവിലയിൽ 50% വർധനവിന് കാരണമായിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $110 സമീപത്തെത്തിയിരിക്കുകയാണ്. ഇത് ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്കകൾ ഉയർന്നിരിക്കുന്നു. ആഗോള വിപണിയിൽ സമ്മർദ്ദം കുറയ്ക്കാൻ US ഇറാനെതിരായ ചില ഉപരോധങ്ങൾ താൽക്കാലികമായി ലഘൂകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇതിലൂടെ ടാങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന 140 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലെത്തിക്കാൻ ശ്രമിക്കുകയാണ്. സമാനമായ രീതിയിൽ റഷ്യൻ എണ്ണയ്ക്കുമുള്ള നിയന്ത്രണങ്ങളും മുൻപ് ലഘൂകരിച്ചിരുന്നു. എന്നാൽ യുദ്ധം വ്യാപിക്കുന്നതിനാൽ മനുഷ്യനഷ്ടങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിനകം തന്നെ 2000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ മരണങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകുമെന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കൻ ജനതയിലും ഈ യുദ്ധത്തെക്കുറിച്ച് ആശങ്ക ഉയരുകയാണ്. റോയിറ്റേഴ്സ് ഇപ്സോസ് സർവേ പ്രകാരം 2 അമേരിക്കക്കാരും ഈ യുദ്ധം വലിയ കരയുദ്ധമായി മാറുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കേവലം 7% പേർ മാത്രമാണ് അതിനു പിന്തുണ നൽകുന്നത്. യുദ്ധഭൂമിയിൽ ആക്രമണങ്ങളും പ്രത്യാഘാതങ്ങളും തുടരുകയാണ്. ഇസ്രായേൽ തെഹ്റാനും മധ്യ ഇറാനും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തി. ആയുധനിർമ്മാണ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സൈറ്റുകളും ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. അതേസമയം ഇറാനിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ ശക്തമായി. ടെല്ലവീവിലും ജെറുസലേമിലും സൈറണുകൾ മുഴങ്ങി. ഇന്റർസെപ്റ്ററുകൾ പ്രവർത്തനമാക്കി. ജെറുസലേമിലെ പഴയ നഗരത്തിനടുത്ത് ഇറാനിയൻ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിശയകരമായി വലിയ മനുഷ്യനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ ആക്രമണങ്ങൾ മതപരമായും രാഷ്ട്രീയമായും അതീവ സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇതിനിടെ ബ്രിട്ടൻ അമേരിക്കയ്ക്ക് നിർണായക പിന്തുണ നൽകിയിരിക്കുന്നു. ബ്രിട്ടനിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യുഎസിന് അനുമതി നൽകിയതായി അറിയുന്നു. നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നത തുടരുന്നുവെങ്കിലും ചില രാജ്യങ്ങൾ നേരിട്ടിടപെടാൻ തയ്യാറാകുന്ന സൂചനകളാണിത്. ജർമ്മനിയും ഫ്രാൻസും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് ഈ വിഷയത്തിൽ ട്രംപുമായി സംസാരിക്കുമെന്ന് അറിയിച്ചു. ഇതിനിടെ ഗൾഫ് മേഖലയിൽ ഊർജ്ജ സൗകര്യങ്ങൾ നേരിട്ട ആക്രമണങ്ങൾ വലിയ ആശങ്ക ഉയർത്തുന്നു. കുവൈത്തിലെ മിന അൽ അഹ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണം നടന്നതോടെ ചില യൂണിറ്റുകൾ തീപിടിക്കുകയായിരുന്നു. ഇത് മേഖലയിലെ എണ്ണ ഉൽപ്പാദനത്തെയും വിതരണത്തെയും കൂടുതൽ ബാധിക്കാനിടയുണ്ട്. ഖത്തറിലും വലിയ ആഘാതമാണ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ LNG സമുച്ചയമായ റാസ് ലഫാൻ ആക്രമിക്കപ്പെട്ടതോടെ ഖത്തറിന്റെ LNG കയറ്റുമതി ക്ഷമതയുടെ 17% നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നഷ്ടം അടുത്ത 5 വർഷം വരെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനും ഖത്തറും പങ്കിടുന്ന സൗത്ത് പാസ് വാതകപാടത്തെയും ആക്രമണം ബാധിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വാതകപാടങ്ങളിലൊന്നാണ്. ഈ മേഖലയിലെ നാശനഷ്ടങ്ങൾ ദീർഘകാലമായി ഊർജ്ജ വിപണിയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലെ പരോന്നത നേതാവും ചർച്ചയാവുകയാണ്. അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനി രംഗത്തെത്തി. അദ്ദേഹം നൽകിയ സന്ദേശം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകൾ ഹൈഫയിലും ടെല്ലവീവിലും മൾട്ടി വോർഹെഡ് മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടു. കൂടാതെ ബഹ്റൈനിലെ US സൈനിക താവളങ്ങളും ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ യുദ്ധം ഇപ്പോൾ ഒരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. ദിവസേന ഏകദേശം 12 മില്യൺ ബാരൽ എണ്ണയുടെ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇത് ലോക ഡിമാൻഡിന്റെ 12%. ഇത്തരം വലിയ തോതിലുള്ള വിതരണ തടസ്സം വ്യവസായങ്ങൾക്കും രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഈ നഷ്ടം മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുനിൽക്കാനിടയുണ്ട്. അമേരിക്കയ്ക്കുള്ളിലും യുദ്ധത്തെക്കുറിച്ച് ആശങ്ക ഉയരുകയാണ്. ഇന്ധനവില വർധനവ് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാനിടയുണ്ട്. നവംബർ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനു മുമ്പ് ഈ വിഷയം നിർണായകമാവുക. ഇതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയിലെ യാഥാർത്ഥ്യം അതിനനുകൂലമല്ല. ആക്രമണങ്ങളും പ്രത്യാഘാതങ്ങളും തുടരുകയാണ്. ഓരോ ദിവസവും പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ നാശനഷ്ടങ്ങൾ, പുതിയ ഭീഷണികൾ. ലോകം മുഴുവൻ ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്താകുമെന്ന് കാത്തിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമോ? അമേരിക്ക നേരിട്ട് കരയുദ്ധത്തിലേക്ക് കടക്കുമോ? ഇറാൻ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമോ? നാറ്റോ സഖ്യകക്ഷികൾ ഇടപെടുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ യുദ്ധം ഇനി മിഡിൽ ഈസ്റ്റിന്റെ അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല. ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു.